ഗായ്സ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബബിലിറ്റി ആണ്. മിക്കവാറും ചോദ്യങ്ങൾ പ്രോബബിലിറ്റി എന്നായിരിക്കും വരേണ്ടാവുക, അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുമായി ബേസ് ചെയ്ത് ഒരൊറ്റ ക്വസ്റ്റ്യനിലും കാണും. സോ 5 ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക അതെങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതി കൊടുത്തിട്ട് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടിക്കറ്റ് നമ്പർ ഓഫ് 1 to 20 ആർ മിക്സ്ഡ് അപ്പ്. സോ 1 മുതൽ 20 വരെയുള്ള ടിക്കറ്റുകൾ നമ്മൾ മിക്സ് ചെയ്ത് ഇട്ടുണ്ട്. സോ നോക്കിക്കോളൂ, ഒരു ടിക്കറ്റ്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 ടിക്കറ്റ് ഉണ്ട് കേട്ടോ. സോ ഇതിനകത്തുള്ള ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ടിക്കറ്റ് ഡ്രോൺ ഹാസ് എ നമ്പർ വിച്ച് ഈസ് മൾട്ടിപ്ലൈ ഓഫ് 3 or 5? ഇതിൽ നിന്ന് 3 അല്ലെങ്കിൽ 5ൻ്റെയോ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ടിക്കറ്റുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഇതാണ് ചോദ്യം. സോ നമ്മുടെ കയ്യിലറിയാം, എസ് എന്ന് എടുക്കാൻ പോവാണ്. എസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 20 വരെയാണ്. അതായത് ടിക്കറ്റ് നമ്പറുകൾ. ഇനി ഇ എന്ന് പറയാം, നമുക്ക് കിട്ടാൻ പോകേണ്ട ഈവൻ്റ് ആണ്. അതായത് 3ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കേണ്ടത് എന്ന് പറയുകയാണ്. സോ 1 മുതൽ 20 വരെ നിങ്ങൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു നോക്കുക. 1 3 3, 2 3, ലൈക്ക് ഇങ്ങനെ എന്താണ് 6, 3 3 9 അങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എത്ര എണ്ണം കിട്ടും? 3 കിട്ടും, 6 കിട്ടും, 9 കിട്ടും, 12 കിട്ടും, ആൻഡ് 15 കിട്ടും, 18 കിട്ടും. ഓക്കെ, ഇത്രയും വരെ നമുക്ക് കിട്ടും അല്ലേ? 20 പോവില്ല. സോ ഇനി 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര കിട്ടും നോക്കുക. എത്ര കിട്ടും? 5 കിട്ടും, 10 കിട്ടും, 20 കിട്ടും. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളുണ്ട്, എസ്സും ഉണ്ട് ഇയും ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്യുക. അതായത് എത്ര പ്രാവശ്യം ഈവൻറ്റുകൾ കിട്ടുമെന്നുള്ളത് കൗണ്ട് ചെയ്യുക. അതായത് NE ഡിവൈഡ് ബൈ NS. സോ നമ്മൾ ആഡപ്പൺ ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8 9. അതായത് ഇവൻ്റ് എന്ന് വെച്ചാൽ 9 ഇവൻ്റ് നമുക്ക് കിട്ടും. എത്ര കൗണ്ട് ഉണ്ട്? 20 കൗണ്ടുകളുണ്ട് അല്ലേ? അപ്പോൾ അത് ഡിവൈഡ് ബൈ 20. സോ 9 ഡിവൈഡ് ബൈ 20 ആണ് എത്ര? ഇതിൻ്റെ ഉത്തരം ദാ കിടക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ എസ് ഡിവൈഡ് ബൈ ഇ ഡിവൈഡ് ബൈ എസ് ആണ് കേട്ടോ, മറന്നു പോകരുത്. എളുപ്പമാണ്. ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻ 2 റെഡ് ബോൾ. ഒരു ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? 2 റെഡ് ബോൾ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. 2 റെഡ് ബോൾ ഉണ്ട് ആൻഡ് 3 ഗ്രീൻ ബോൾ ഉണ്ട്. എന്തുണ്ട്? 3 ഗ്രീൻ ബോൾ ഉണ്ട്. ഓക്കെ, പിന്നെ 2 ബ്ലൂ ബോളും ഉണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ, ഇവിടെ നിന്ന് 2 ബോൾ നമുക്ക് എടുക്കണം. ഇവിടെ നിന്ന് 2 ബോളുകൾ എടുക്കണം. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലൂ ബോൾസുകൾ നമുക്ക് കിട്ടാൻ പാടില്ല. ബ്ലൂ ബോൾസുകൾ കിട്ടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ബോൾ കിട്ടാതിരിക്കാനുള്ള, ദാറ്റ് നൺ ഓഫ് ദ ബോൾസ് ഡ്രോൺ ഈസ് ബ്ലൂ ബോൾ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എത്ര ബോൾസുകൾ നമുക്ക് ഉണ്ടെന്ന് അറിയണം. ബ്ലൂ ബോൾ അല്ലാതെ എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലേ? 5 ബോളുകൾ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസുകൾ നമുക്കൊന്നറിയാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 + 3 + 2 = 7. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 2 ബോളുകൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റണം അല്ലേ? അപ്പോൾ അതിൽ ബ്ലൂ നമുക്ക് വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത് മാറ്റുന്ന ബോളുകളെ നമ്മൾ എസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവുക. അത് സാമ്പിൾ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവുക. നമ്പർ ഓഫ് വേസ് ഓഫ് ഡ്രോയിങ് 2 ബോൾ ഔട്ട് ഓഫ് 7 ബോൾ. ഈ 7 ബോളിൽ നിന്ന് എത്ര ബോളുകൾ നമുക്ക് മാറ്റാൻ പറ്റും എന്നറിയാൻ പോവാണ്. നമുക്ക് ഈ 7 ബോളുകളിൽ നിന്ന്, അതായത് നമ്മളെ കയ്യിലുള്ള 7 ബോളുകളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എത്രയൊക്കെ രീതിയിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം, വേണമെങ്കിൽ ഒരു ഗ്രീനും പച്ചയും, ഒരു ഗ്രീനും എടുക്കാം, ഗ്രീനും ബ്ലൂ എടുക്കാം, ഗ്രീനും റെഡും എടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ എത്ര പ്രോബബിലിറ്റി നമുക്ക് പെട്ടെന്ന് അറിയണം, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ആദ്യം ഒന്നും കൂടെ പറയാം, നമ്മുടെ കയ്യിൽ കുറച്ച് ബോൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഇത്രയും ബോളുകളുടെ പാറ്റേൺസ് നമുക്കറിയണം. അതായത് ഗ്രീനും റെഡും എത്ര കിട്ടും, ഗ്രീനും ബ്ലൂവും എത്ര കിട്ടും, ഗ്രീനും റെഡും എത്ര കിട്ടും, ഗ്രീനും എത്ര കിട്ടും എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ
നമ്മൾ 2 ബോൾ വെച്ചെടുക്കുകയാണെങ്കിൽ എത്ര വേ ഓഫ് പാറ്റേൺ കിട്ടും എന്നറിയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോർമുല എന്ന് വെച്ചാൽ 7C2. അത് 2 എന്ന് വെച്ചാൽ നമ്മുടെ എത്ര പ്രോബബിലിറ്റി എന്നുള്ളത്, 2 ബോൾ വെച്ച് നമ്മൾ എടുക്കണമല്ലോ, അത് 2 ആണ് കേട്ടോ. സോ 7 നമുക്ക് ടോട്ടൽ ബോൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 7 × 6 / 2 × 1. സോ ബേസിക്കലി നമുക്കറിയാം 2 ബോൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ 2 × 1 നമുക്കറിയാം. ഇനി 7 × 6 പറയാൻ പോകുന്നത്. സോ 7 ആണ് എത്രയാണ്, നമുക്ക് ടോട്ടലി 7 ബോൾസാണ് ഉള്ളത്. സോ നമുക്ക് 6 എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നോക്കിയേ, 1 2 3 കണ്ടോ. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു ബോള് നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടോട്ടൽ ബോൾ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6, ഒരെണ്ണം മിച്ചം കണ്ടോ. അതായത് നമുക്ക് ഒരു സമയത്ത് ഇത്ര ബോളുകൾ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ലാസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബോൾ മിച്ചം വരും. അതുകൊണ്ടാണ് അവിടെ 7 × 6 എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ 7 × 6 / 2 × 1 ആണ്. സോ നമുക്ക് ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ടോട്ടൽ ബോളിൻ്റെ കൗണ്ട് എടുത്തു, അതിനുശേഷം എത്ര പാറ്റേൺ കിട്ടും നോക്കി. സോ 7 × 6, സി എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് മിച്ചം, നമുക്ക് എത്ര എണ്ണം വരെ നമുക്ക് പാറ്റേണിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 7 × 6 / 2 × 1. സോ ഉത്തരം വരുന്നത് 21 ആണ്. അപ്പോൾ നമുക്ക് നോർമലി ഒരു സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 21 വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാം അത് കിട്ടി. അപ്പോൾ 21 വേയിൽ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺ നമുക്ക് എടുക്കാൻ പറ്റും, നമുക്കറിയാലോ. സോ നെക്സ്റ്റ് നമ്മൾ ഈവൻ്റ് എടുക്കാൻ പോവുകയാണ്. എത്ര ഈവൻറ്റുകൾ നമുക്ക് പറ്റും എന്നാണ്. സോ ബേസിക്കലി ഈവൻ്റ് ഓഫ് ഡ്രോയിങ് 2 ബോൾസ്, അത് നമുക്ക് 2 ബോളുകൾ എടുക്കണം. അതിലെന്ത് പാടില്ല, ബ്ലൂ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. സോ നമ്പർ ഓഫ് വേ ഓഫ് ഡ്രോയിങ് 2 ബോൾസ് ഔട്ട് ഓഫ് 2 + 3 ബോൾ. അതായത് ബ്ലൂ നമ്മൾ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡും ഗ്രീനും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ഈ 2 + 3 ബോളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2 ബോളുകൾ എടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സെയിം ആയിട്ട് അപ്ലൈ ചെയ്ത ഫോർമുലയില്ലേ, 5C2 ഫോർമുല യൂസ് ചെയ്യുക. അപ്പം 5 × 4 / 2 × 1 എത്ര കിട്ടും മക്കളെ, 10 കിട്ടും. മനസ്സിലായോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് എണ്ണത്തിൽ ഉപയോഗിച്ചില്ലേ NE/NS ഉപയോഗിക്കുക. എത്രയാണ്, 10/21. സോ ഉത്തരം എത്രയാണ്, 10/21. മനസ്സിലായില്ലേ. അതായത് നമ്മൾ എത്ര പാറ്റേൺ ഓഫ് വേ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എത്ര നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇങ്ങനത്തെ പാറ്റേൺസിലായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. അതനുസരിച്ച് ഫോർമുലാസ് യൂസ് ചെയ്ത് പോവുക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഇൻ എ ബോക്സ് ദെയർ ആർ 8 balls. ശ്രദ്ധിക്കണേ, ഇൻ എ ബോക്സ് ദെയർ ആർ 8 റെഡ് 7 ബ്ലൂ 6 ഗ്രീൻ balls. 1 ball is picked up randomly. അപ്പോൾ ഇന്ന് ഓരോ ബോൾ നമ്മൾ റാൻഡംലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് നെയ്തർ റെഡ് നോർ ഗ്രീൻ. ഇവിടെ 2 കാര്യങ്ങളാണ്, ഒന്നുകിൽ റെഡ് ഇല്ലെങ്കിൽ ഗ്രീന് കിട്ടാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ 2 എണ്ണമല്ല എടുക്കേണ്ട. അപ്പോൾ പാറ്റേൺ എന്നുള്ള സംഭവമേ ഇല്ല. ഇവിടെ ചോദ്യം 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബോളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ റെഡോ ഗ്രീനോ കിട്ടാതിരിക്കാനുള്ള ചാൻസ് എത്രയാണ് എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ പറയുവാണെങ്കിൽ 8 + 7 + 6 നമുക്കറിയാം എത്രയാണ്, 21 അല്ലേ. സോ ഈവൻ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെഡ് ആകാൻ പാടില്ല അല്ലെങ്കിൽ ഗ്രീൻ ആകാൻ പാടില്ല. അപ്പം എന്താകാം, ബ്ലൂ ആകണം. അതായത് ബ്ലൂ ആണ് ആകേണ്ടത്. ദാറ്റ് മീൻസ് 7 ബ്ലൂവേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈവൻ്റ് എന്ന് വെച്ചാൽ 7 ആണ് അല്ലേ, 7 ആണ്. അപ്പം E/S എത്രയാണ് മക്കളെ, 7/21 എത്ര, 1/3. എവിടെ ഉത്തരം, എവിടെ 1/3. കിട്ടിയില്ലേ, സിമ്പിൾ അല്ലേ, എളുപ്പമാണ്. അതായത് നമ്മൾ ടോട്ടലി കൗണ്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇവൻ്റ് എടുക്കുക. നമുക്ക് റെഡും വേണ്ട ഗ്രീനും വേണ്ട, ദാറ്റ് മീൻസ് ബ്ലൂ മാത്രം മതി. അപ്പോൾ ഇവൻ്റ് 7 ആണ്, നമ്മളെല്ലാം അറിയാം ഇവൻ്റ് 7 ആണ്. സോ ആ ഇവൻ്റ് വെച്ചിട്ട് ഈ E/S ചെയ്യുക. 7/21 1/3. ഭയങ്കര സിമ്പിളാണ്. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 9 ഫ്രം 2 throws ഓഫ് എ ഡൈ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട പരിപാടിയാണ്, ഇച്ചിരി ചിന്തിക്കൊക്കെ വേണം, ഒന്നല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സോ ബേസിക്കലി ഒരു ഡൈ എന്ന് പറഞ്ഞാൽ എത്ര സൈഡുണ്ട്, 6 സൈഡുകളുണ്ട് അല്ലേ, 6 സൈഡുകളുണ്ട്. സോ ഇന്നെ 2 ത്രോൺ ഓഫ് എ ഡൈസ് എന്നാണ് പറഞ്ഞത്. 2 ഡൈസുകൾ നമ്മൾ മേലേക്ക് എറിഞ്ഞു എന്നാണ്. അപ്പം 6 × 6 ആണ് 2 സൈഡല്ലേ. അപ്പം നമുക്ക് ടോട്ടൽ എത്രയാണ്, 36 സൈഡുണ്ട്.
സോ നമുക്കിനി വേണ്ടത് സം വേണം. അത് ഇവൻറ്റുകൾ എത്ര എണ്ണം കിട്ടും എന്നുള്ളതാണ്. ഇവൻറ്റുകൾ എത്ര എണ്ണം കിട്ടും, നമ്മൾ 2 വന്ന് വീഴുമല്ലോ, വന്ന് വീഴുമ്പോൾ നമുക്ക് എത്ര ഇവൻറ്റ് കിട്ടും എന്നാണ്. അപ്പം 3 6 വരാം, 4 5 വരാം, 5 4 വരാം, 6 3 വരാം അല്ലേ. സോ ബേസിക്കലി ഗെറ്റിംഗ് എ സം ഓഫ് 9 എന്നാണ് പറഞ്ഞേക്കണേ. ഇവിടെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് 3 6 4 5 5 4 6 3 എടുത്തു എന്ന് വെച്ചാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 9 എന്ന സമ്മ് കിട്ടാൻ വരുന്ന ഡൈസ്. അതായത് ഇപ്പോൾ 2 ഡൈസ് ഞാൻ മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്ന് വീഴുമ്പോൾ 9 എന്ന രീതിയിൽ ഈ 2 ഡൈസിലും എന്ത് ചെയ്യണം, സമ്മ് നമുക്ക് കിട്ടണം. അതാണ് എന്ത് ചെയ്യണത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ 3 + 6 എത്ര 9, 4 + 5 എത്ര 9, 5 + 4 എത്ര 9, 6 + 3 എത്ര 9. അപ്പോൾ ഇത് ഇച്ചിരി ആലോചിച്ച് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മളെ കയ്യിൽ എന്ത് കിട്ടി, ഇവൻറ്റും കിട്ടി അല്ലെങ്കിൽ എസ്സും കിട്ടി. 36 എസ്, ഇവൻ്റ് എന്താണ് നമുക്ക് ടോട്ടൽ ചെയ്യുക. അപ്പോൾ മിക്കവാറും ഒക്കെ നമുക്ക് ഏകദേശം എത്ര ഇവൻ്റ് ഉണ്ട്, 1 2 3 4 ഇവൻ്റ് അല്ലേ. അപ്പോൾ എത്രയാ 36 ഡിവൈഡ് ബൈ നമുക്ക് E/S അല്ലേ. ഈ എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അല്ലേ. സോ 4 ഡിവൈഡ് ബൈ 36 എത്രയാണ് 1/9. എവിടെ 1/9 അവിടെ, ഇതാണ് ഉത്തരം. മനസ്സിലായോ? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 9 എന്ന പ്രോബബിലിറ്റി, 2 ഡൈസ് മേലേക്ക് ഇറക്കുകയാണെങ്കിൽ 9 എന്ന പ്രോബബിലിറ്റി എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്ക് ടോട്ടലി അറിയാം 2 ഡൈസ് ആണ്, 6 സൈഡ് ഉണ്ട്. സോ 6 × 6 36 ആണ്, അത് നമുക്കറിയാം. സോ ഇവൻറ്റ് കിട്ടണം. സോ നമുക്ക് 9 എന്ന കൗണ്ട് കിട്ടണം. സോ 3 + 6 4 + 5 5 + 4 ആൻഡ് 6 + 3 എന്ന രീതി. ഓക്കെ, സോ ഇവൻറ്റും കിട്ടി എസ്സും കിട്ടി. സോ ചെയ്യാം, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് നോക്കിയാൽ മതി. ഇനി 3 unbiased coin are tossed. What is the probability of getting at most 2 head? അത് 2 ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ് 2 കോയിൻ എറിയുവാണ് എന്നുണ്ടെങ്കിൽ. സോ ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മോസ്റ്റ് 2 ഹെഡ് ആണ്. സോ ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ 3 കോയിനുകളാണ് നമ്മൾ മേലേക്ക് എറിയുന്നത്. അപ്പോൾ എത്ര കിട്ടണം, 2 ഹെഡ് കിട്ടണം. 2 ഹെഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ഹെഡ് കിട്ടുന്ന പ്രോബബിലിറ്റീസ് എഴുതണം. ഫസ്റ്റ് വൺ ഈസ് ടി ടെയിലായിരിക്കാം, 3 ടെയിൽ വീഴാം. പിന്നെ 2 ടെയിലും 1 ഹെഡും വീഴാം. പിന്നെ എന്ത് ചെയ്യാം, 1 ടെയിലും 1 ഹെഡും 1 ടെയിലും വീഴാം. അതിനുശേഷം 1 ടെയിലും 2 ഹെഡും വീഴാം. പിന്നെ ഹെഡ് ടെയില് ഹെഡ്, പിന്നെ ഹെഡ് ടെയില് വീഴാം. പിന്നെ ഹെഡ് ഹെഡ് ഹെഡ്. നിങ്ങൾ എങ്ങനെ എഴുതുന്നു വെച്ചാൽ ആദ്യം ടെയിൽ എഴുതുക, അതിൻ്റെ കൂടെ ടെയിൽ ഫുള്ള് ഫില്ല് ചെയ്യുക. അതിനുശേഷം 1 ടെയിൽ വിടുക, പിന്നെ ബാക്കി ഹെഡ് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത ടെയിൽ വിടുക, ഹെഡ് എഴുതുക. അങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടും, അത് പെട്ടെന്ന് കിട്ടും. അപ്പം നമുക്ക് എസ് കിട്ടി. എസ് എത്രയാണ്, 1 2 3 4 5 6 7. സോ എസ് നമ്മുടെ കയ്യിൽ കിട്ടി. എത്രയാണ് 7 എന്ന് കിട്ടി അല്ലേ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും, ദാ കിടപ്പുണ്ട് ഇവിടെ 7/8. സോ നെക്സ്റ്റ് നമുക്ക് ഇവൻ്റാണ് വേണ്ടതല്ലേ. ഇവൻ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, സോ ബേസിക്കലി 2 ഹെഡ് വരണം അല്ലേ. ഇത് നമുക്ക് ടോട്ടലി കിട്ടുന്നതാണ്, നമുക്കിനി ഇതിൽ വേണ്ടത് 2 ടെയില് നമുക്ക് ഇവൻ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ഇവൻ്റ് പറഞ്ഞത് മോസ്റ്റ് 2 ഹെഡാണ് അല്ലേ. 2 ഹെഡ് വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ഹെഡ് കിട്ടുന്ന ചാൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സോ അത് നോക്കുവാണെങ്കിൽ 8 ആയിരിക്കും വരേണ്ടാവുക. സോ നമ്മൾ നോക്കിയാൽ മതി, നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും 8 ആയിരിക്കും. അപ്പോൾ എത്രയാണ് 7 ഡിവൈഡ് ബൈ 8 കേട്ടോ. സോ എസ് എന്ന് പറയുന്നത് 8 ആണ്, എസ് എന്ന് പറയുന്നത് 8 ആണ്, ഇ എന്ന് പറയുന്നത് 7 ആണ്. സോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ഇവിടെ എസ് 8 ആണ് കേട്ടോ, എസ് 8 ആണ്. ആൻഡ് ഇവൻ്റ് എന്ന് വെച്ചാൽ 7 ആണ്. സോ ബേസിക്കലി നമുക്ക് 2 ഹെഡ് കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ 2 ഹെഡ് കിട്ടും, നമ്മൾ മേലെ നോക്കി താഴെ എഴുതി വെക്കുക. അപ്പോൾ 7 ഡിവൈഡ് ബൈ 8 ആണ്. സോ ഉത്തരം താഴെ കിടപ്പുണ്ട് 7 ഡിവൈഡ് ബൈ 8. സോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 3 ഡിഫറെൻ്റ് ആയിരിക്കും ചോദിക്കുക. സോ നിങ്ങൾ ഇയും കണ്ടുപിടിക്കണം, എസ്സും കണ്ടുപിടിക്കണം. എസ് എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുക അല്ലെ, ബേസിക്കൽ സാമ്പിൾ എന്നായിരിക്കും പറയേണ്ടാവുക. സോ ഈ ആണെങ്കിൽ എത്ര ഇവൻറ്റ് കിട്ടും നോക്കുക. അങ്ങനെയാണ് നമ്മളിത് ഉത്തരം എഴുതേണ്ടത്. സോ 3 ഡിഫറെൻറ്റ് സെറ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ നന്നായിട്ടത് നിങ്ങൾ ആ ഒരു നോട്ടും കൂടെ വായിച്ച് അവർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ വലിയ സംഭവമൊന്നുമല്ല, പ്രോബബിലിറ്റി വേണമെങ്കിൽ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. സോ നന്നായിട്ട് ക്ലാസ് കാണുക, അതിൻ്റെ കൂടെ ചെയ്തും പഠിക്കാം. താങ്ക് യു.